പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എന്റെ പിന്നിൽ ഒറ്റയ്ക്കൊരു റോക്ക് കാണുന്നില്ലേ, ഒരു പാറ. ഈ ഏരിയയുടെ പേര് ബ്ലൂ മൗണ്ടൻ എന്നാണ്. ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ബ്ലൂ മൗണ്ടൻ എന്നൊരു ഏരിയയുണ്ട്. ഇവിടെ ഒരു പാറ തനിച്ച് കാണുന്നില്ലേ, അതിൽ പേരെഴുതി വെച്ചിരിക്കുന്നു ഓർഫൻ റോക്ക് എന്ന്, അതായത് അനാഥയായ പാറ. കാരണം അത് തനിച്ചല്ലേ നിൽക്കുന്നേ, അതുകൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. ചിലര് ഞാനൊരു അനാഥനെ പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കും. നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവരും ഉണ്ടായിട്ടും ഞാനൊരു അനാഥനെ പോലെ ആയിരിക്കുന്നു എന്ന് കരയുകയാണോ? ഞാനൊരിക്കൽ ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പോയിരുന്നു. അവിടെ ഒരു സ്കൂളിലായിരുന്നു എന്നെ താമസിപ്പിച്ചിരുന്നത്. ഞാൻ ശുശ്രൂഷ തുടങ്ങിയ സമയമായിരുന്നു അത്. ഞാൻ അവിടെ ഇരുന്ന് മീറ്റിംഗിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം പകലിൽ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായി വന്നു. ഒരു കുട്ടിയെപ്പോലെ അയാൾ സംസാരിച്ചു. ബ്രദർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്, പറയൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മാതാപിതാക്കളില്ല, അവര് മരിച്ചുപോയി. ഈ നാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എല്ലാ ജോലിയും തനിച്ചാണ് ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ജോലി തന്നാൽ ചെയ്യും, എനിക്ക് ഭക്ഷണവും തരും. അങ്ങനെയാണ് ജീവിക്കുന്നത്. ചിലർ പറയും ഞാൻ അനാഥനാണ്, നിനക്കാരും ഇല്ല, നീ ഒരു അനാഥനാണ് എന്നൊക്കെ പറയുന്നു. അതെന്നെ ദുഃഖിപ്പിക്കുന്നു ബ്രദർ. ഞാൻ അനാഥനാണോ? നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് വിചാരിച്ച് നോക്കിയപ്പോ ഒരു വേദവാക്യം എന്റെ ഓർമ്മയിൽ വന്നു. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യം. യേശുക്രിസ്തുവിനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ വചനം അവൻ വായിച്ചു കൊടുത്തു. നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ സന്തോഷിച്ചു. ഉടനെ അവന്റെ മുഖം വികസിച്ചു. അതെ, ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. യേശു എന്റെ കൂടെയുണ്ട്. ഈ ഗ്രാമത്തിൽ വന്ന ശേഷമാണ് ഞാൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോ നീ അനാഥനല്ല. യേശു നിനക്ക് പിതാവായുമുണ്ട്, മാതാവായുമുണ്ട്, സഹോദരനായും കൂടെയുണ്ട്, സുഹൃത്തായും കൂടെയുണ്ട്. അപ്പോ നീ എങ്ങനെ അനാഥനാകും? അവൻ പറഞ്ഞു, അതെയോ? അവൻ സന്തോഷത്തോടെ ചോദിച്ചു, ഞാൻ അനാഥനല്ല അല്ലേ? ഞാൻ അനാഥനല്ല. അതെ, ആര് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നീ ധൈര്യത്തോടെ പറ, ഞാൻ അനാഥനല്ല. എനിക്കൊരച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുമുണ്ട്, നല്ലൊരു സുഹൃത്തുമുണ്ട്. എല്ലാറ്റിനും എനിക്ക് യേശുവുണ്ട് എന്ന് ധൈര്യത്തോടെ പറ എന്ന് പറഞ്ഞു. അവന്റെ മുഖത്ത് വളരെയധികം സന്തോഷമുണ്ടായി. യേശു കൂടെയിരുന്നാൽ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഒരനാഥനാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാകും. എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥനെ പോലിരിക്കുന്നു. എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല എന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ? യേശു പറയുന്നു, നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഞാനുണ്ട് മകനെ, ഞാനുണ്ട് മകളെ. ഞാനുള്ളപ്പോൾ നീ എങ്ങനെയാണ് അനാഥനാവുക? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിന്നെ ജീവിപ്പിക്കാനായി എന്നെ തന്നെ കുരിശിൽ ബലിയർപ്പിച്ചിരിക്കുന്നു. നിനക്കെല്ലാം ചെയ്യാൻ ഞാനുള്ളപ്പോൾ നീ എങ്ങനെയാണ് അനാഥയാവുക എന്ന് യേശു നിങ്ങളെ നോക്കി പറയുന്നു. നിങ്ങൾ സന്തോഷത്തോടെ പറയൂ, യേശുവേ, അങ്ങന്റെ കൂടെയുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്, എന്നോടൊപ്പമുണ്ട്. എന്റെ അച്ഛനും അമ്മയും സഹോദരനും സ്നേഹിതനുമായിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറയൂ. മനസ്സിൽ സന്തോഷം നിറഞ്ഞു കവിയും. പറയുമോ? യേശുവേ, ഞാനൊരു അനാഥയല്ല, അങ്ങെനിക്ക് അമ്മയായിട്ടുണ്ട്, അച്ഛനായിട്ടുണ്ട്, സ്നേഹിതനായിരിക്കുന്നു, മൂത്ത സഹോദരനായിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.